അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മൈ ഫേവററ്റ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും ഞാനെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുമ്പളങ്ങ വെച്ചിട്ടുള്ള മോരുകറിയാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഒരു കാൽഭാഗം കുമ്പളങ്ങ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു നല്ല നാടൻ കുമ്പളങ്ങയാണ്. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണിത്. അപ്പോൾ അതിൽ നിന്നൊരു കാൽഭാഗം എടുത്തിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് ഇതിനെ നല്ല ചെറിയ പീസായി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കുമ്പളങ്ങയിൽ അധികവും നമുക്ക് വേസ്റ്റായിട്ടാണ് വരുന്നുള്ളത്. ഇതിൻ്റെ ഉൾഭാഗം മൊത്തം അതിൻ്റെ സീഡൊക്കെയാണുള്ളത്. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കളയുന്നുണ്ട് ഞാൻ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത്. എന്നും പറയുന്നതുകൊണ്ട് നിങ്ങൾക്കിതൊരു ഇതായി തോന്നുന്നുണ്ടാവും. എനിക്ക് പറയാനേ അല്ലേ പറ്റൂ, ചെയ്യേണ്ടത് നിങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. ഈ കുമ്പളങ്ങ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. ഇത് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ രാവിലെ വെറും വയറ്റിൽ ജ്യൂസാക്കി കുടിക്കുകയാണെങ്കിൽ നന്നായിട്ട് വെയിറ്റ് ലോസൊക്കെ ചെയ്യാൻ പറ്റും. ഞാനിത് കുറച്ച് നാൾ മുമ്പ് ഇതുപോലെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല റിസൾട്ടൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ കുമ്പളങ്ങ ചെറിയ പീസായി ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഈ മൺചട്ടിയിലേക്ക് ഞാൻ ഇടുന്നുണ്ട്. ഈ ചട്ടിയിലാണ് ഞാനിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ചെറിയ പീസായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ചോറിൻ്റെ കൂടെ ഉച്ചക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മോരുകറിയാണിത്. ഇനി ഇതിനെ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായി ഒരു ബൗളിൽ ഞാനൊരു അരമുറിയുടെ പകുതി തേങ്ങയാണ് ഇത് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും ഒരു 3 ചെറിയുള്ളിയും ഒരല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട്. തേങ്ങ ഇതുപോലെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് അരക്കാനുള്ള വെള്ളം കൂടി ചേർത്ത് ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കുമ്പളങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുമ്പളങ്ങ ഇപ്പോൾ നല്ല ഇതായിട്ട് വെന്തിട്ടുണ്ട്. അതിനിപ്പോൾ ഞാൻ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി മിക്സിയിൽ ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. ഇനി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മോരുകറി പുളിങ്കറി എന്നൊക്കെ പറയാം. അതായത് ഞാൻ ചേർത്ത് കൊടുക്കുന്ന തൈരിന് അല്പം പുളി കുറവായതുകൊണ്ടാണ് ഞാനിതുപോലെ കുറച്ച് പുളി ഇതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. അപ്പോഴേ കറക്റ്റ് ആ ഒരു പുളിയൊക്കെ ഈ ഒരു കറിക്ക് കിട്ടും. ഇനി എല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്ത് ചെറുതായി ഒന്ന് തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ കുമ്പളങ്ങ വേവിക്കാൻ വേണ്ടി മാത്രമാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അരപ്പിലേക്കുള്ള ഉപ്പും കൂടി ഈ സമയം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇതിപ്പോൾ തിള വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതുപോലെ തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. തൈര് ഒഴിച്ചാൽ ഇത് തിളക്കാൻ പാടില്ല. അങ്ങനെ തിളച്ചാൽ ഇത് ഇങ്ങനെ പിരിഞ്ഞ പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ചാൽ നമ്മുടെ കുമ്പളങ്ങ മോരുകറി അഥവാ കുമ്പളങ്ങ പുളിങ്കറി റെഡിയായി. അപ്പോൾ അതിനായി ഞാൻ ഒരു ചട്ടിയിലോട്ട് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങ എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്താൽ മതി. ഉലുവയും പൊട്ടി തുടങ്ങുന്നുണ്ട്. ഇനി ഈ സമയത്ത് അല്പം കറിവേപ്പിലയും ഒരു 3 വറ്റൽമുളകും ഞാൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ മോരുകറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.